അപ്പം നമ്മുടെ ബിരിയാണി ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു പാത്രത്തേക്ക് സെർവ് ചെയ്യാം കേട്ടോ. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ഷാജി. അപ്പോൾ ഞാൻ ഇന്നൊരു മട്ടൻ ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കണമെന്നൊന്ന് കണ്ടോക്കാം. വയ പോവാ. അപ്പം ഞാൻ ഈ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നേരത്തെ ഞാൻ ഉള്ളിയൊക്കെ വഴറ്റി അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വഴറ്റിയിട്ടുള്ള എണ്ണ ബാക്കിയിട്ടുണ്ടായിരുന്നു. അത് വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണത് കേട്ടോ. അപ്പം ഞാൻ അതിലേക്ക് കുറച്ച് പട്ട, കരാമ്പൂ, ഏലക്ക ഇട്ട് കൊടുക്കാണ് കേട്ടോ. ചൂടായി വരട്ടെ. അപ്പം നമുക്ക് അതിലേക്ക് മട്ടൻ ഇട്ട് കൊടുക്കാം കേട്ടോ. 1 കിലോ മട്ടനാണ്. 1 കിലോനല്ല, 1 കിലോന്റെ മേലുണ്ട് കേട്ടോ ഈ മട്ടൻ വരുന്നത്. അപ്പൊ ഇത് നമ്മൾ മട്ടനാണെങ്കിലും ബീഫാണെങ്കിലും ഒക്കെ ഈ വെളിച്ചെണ്ണയിൽ ഒന്ന് വഴറ്റി കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ തന്നെയാണ് കേട്ടോ. ഇതൊന്ന് നമുക്കൊന്ന് ചൂടാക്കി കൊടുക്കാം കേട്ടോ. ഇത് നമ്മൾ ഈ എണ്ണയിലിട്ടിട്ട് നല്ല ചൂടാക്കുമ്പോൾ ഈ ബിരിയാണി വെക്കുമ്പോൾ ബീഫാണെങ്കിലും മട്ടനാണെങ്കിലും നമുക്ക് വെളിച്ചെണ്ണയിലൊന്ന് ചൂടാക്കി എടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രൈ പോലെ ആക്കിയെടുക്കാം. ഇത് എടുക്കുന്ന സ്റ്റാൻഡ് ചെറുതായിട്ടൊന്ന് മുറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് വീഡിയോസൊക്കെ എടുക്കുന്നത്. അപ്പോൾ എന്താ പറയുക, ഇതുപോലെ ഒന്ന് നിങ്ങൾ മട്ടൻ ബിരിയാണി ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കില്ല, ഇഷ്ടപ്പെടും. ഞാൻ എന്താണ് പറയുക, ഇതേപോലെ ഒരു വീഡിയോസ് കണ്ടു, എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആ റെസിപ്പി സിമ്പിളാണ്. അപ്പം ഞാൻ വിചാരിച്ചു, ഞാൻ ആദ്യമായിട്ടാണ്, ഫസ്റ്റ് ടൈമാണ് മട്ടൻ ബിരിയാണി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ഉണ്ടാക്കിയിട്ട് ടേസ്റ്റ് ഒക്കെ നോക്കി നോക്കാം, എങ്ങനെ ഉണ്ടെന്ന് അറിയാലോ. ഞാൻ രാവിലെ തന്നെ കുട്ടികൾക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു, പക്ഷെ നടന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ടൈം പിടിച്ചിട്ട് ഇതൊക്കെ ഉണ്ടാക്കേണ്ടതല്ലേ. എളുപ്പമായി നമ്മളിങ്ങനെ സിമ്പിളായിട്ട് വേഗം ആക്കാൻ പറ്റുന്നതല്ലല്ലോ. കുറച്ച് ടൈം പിടിച്ചിട്ട് ഇത് ഉണ്ടാക്കേണ്ടതല്ലേ. അപ്പം അത് കാരണം കൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ച് സാവകാശം സമാധാനത്തിലൊക്കെ വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് നിങ്ങൾക്കും കൂടി യൂസ്ഫുൾ ആകും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് വീഡിയോസൊക്കെ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യുകയാണെങ്കിൽ എനിക്കൊന്ന് കമന്റ് ചെയ്യണം, എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ. ഒരു പിടി സവോള ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിന്റെ ഒരു പച്ചക്കുത്തൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യണത്. ഒരു പിടി സവോള ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വേവുമ്പോൾ നല്ലൊരു സ്മെല്ലും നല്ലൊരു പച്ച സ്മെല്ല് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യണത്. അപ്പോൾ ഇതൊന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് വരാം. ഇതിലേക്ക് ഞാൻ കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് പെപ്പർ പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ മാത്രം ചെറിയൊരു അളവിൽ മല്ലിപ്പൊടിയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. ഇതിലേക്ക് ഒരു ഇത്തിരി വെള്ളം ഇട്ട് ഒഴിച്ചു കൊടുക്കണത്. ഇതിൽ വെള്ളമുണ്ട്, അപ്പൊ നമുക്ക് ഈ ഒരു വെള്ളം മതി കേട്ടോ. നമുക്ക് കുക്കർ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു 2 വിസിൽ അല്ലെങ്കിൽ 3 വിസിൽ, ക്വാളിറ്റി അനുസരിച്ചിരിക്കും വേവലൊക്കെ കേട്ടോ. ഇത് കുറച്ച് പഴയ കുക്കർ ആയതുകൊണ്ട് ഒരു 3 വിസിൽ വന്നോട്ടെ. അപ്പൊ നമ്മുടെ കുക്കർ ഇവിടെ ആവി വന്നിട്ടുണ്ട് കേട്ടോ. 3 വിസിൽ വന്നിട്ടുണ്ട്. നമുക്ക് ഇനി നെയ്ച്ചോറ് ഉണ്ടാക്കാം കേട്ടോ. മട്ടൻ ബിരിയാണി ടേസ്റ്റ് കൂടാൻ അതിക്കൊരു സ്പെഷ്യൽ സാധനം നമ്മൾ ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും പിന്നെ നമ്മളിത് വറുത്തെടുത്ത നമ്മുടെ ഉള്ളി ഉണ്ടല്ലോ, അതും കൂടി ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ മട്ടൻ ബിരിയാണിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൂടുന്ന സംഭവമാണ്. അപ്പോൾ നമുക്ക് ഇതും കൂടി നമ്മൾ ഈ മട്ടൻ്റെ മസാലയിൽ ചേർക്കുന്നുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. ഇത് ഞാൻ ബിരിയാണിക്കുള്ള മസാല റെഡിയാക്കി വെച്ചിട്ടാണ്. ഉള്ളിയും അണ്ടിപ്പരിപ്പും ഇതൊക്കെ ഒന്ന്
വറുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കാണാൻ ഉണ്ടാവും എന്ന് വിചാരിക്കണു. കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ ബിരിയാണിയുടെ ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇതിൽ വെള്ളം ഉണ്ട്, അതൊന്ന് ഉണങ്ങട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് ഓയിലും നെയ്യും കൂടി മിക്സ് ആക്കി കൊടുക്കാം. ഞാനിവിടെ ഇതേപോലെ നെയ്യ് വാങ്ങും കേട്ടോ. സ്ഥിരം ഈ നെയ്യ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ അതിൻ്റെ ഇതേ കടലാസൊക്കെ എടുത്തിട്ട് ഇതുപോലെ വെക്കും. അപ്പം നമുക്ക് ഡപ്പകളൊന്നും പൈസ കൊടുത്ത് മേടിക്കണ്ട, ഇത് ലാഭമാവുമല്ലോ. ഞാനിങ്ങനെ എല്ലാ സാധനങ്ങളും ഇതേപോലെ ഇങ്ങനെ ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പം കുരുമുളക് പൊടി അങ്ങനെ. അപ്പം നമുക്കിതിങ്ങനെ നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ നമുക്ക് ഡപ്പൊന്നും പൈസ കൊടുത്ത് മേടിക്കണം. എന്തായാലും നെയ്യ് നമ്മൾ പൈസ കൊടുത്ത് മേടിക്കണില്ല. അപ്പം ഞാൻ ഇതിൽ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് പട്ടയും കരയാമ്പോ ഏലക്കായും ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് പട്ട, കരയാമ്പൂ, ഏലക്കായ, ബേ ലീഫ് ഇത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് ചൂടായി വരട്ടെ. ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് നമ്മുടെ അരി ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കാം കേട്ടോ. നന്നായി വറുത്തെടുക്കണം കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് കുറച്ച് നെയ്യും കൂടി ഇതിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഈ നെയ്യിൽ കിടന്നിട്ട് ഇത് നന്നായി വറുത്ത് വരണം കേട്ടോ. അപ്പോഴാണ് ഈ ചോറിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതേപോലെ നെയ്യ് കണ്ടോ, ഇങ്ങനെ നെയ്യ് വാങ്ങും. അപ്പൊ ആ കുപ്പികളത്തെ ഈ സംഭവം ഞാൻ ഊരിയെടുക്കും. അപ്പൊ നമുക്ക് നല്ലൊരു ഡപ്പ കിട്ടും. അപ്പൊ നമുക്ക് ഇതിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് നന്നായി ഒന്ന് ചൂടാക്കി വെക്കാം. നന്നായി ചൂടാക്കി എടുക്കാം നമുക്കത്. ഞാൻ ഇതുപോലത്തെ കപ്പിന് 4.5 കപ്പ് അരിയാണ് ഇട്ടെടുത്തിരിക്കുന്നത്. അപ്പൊ ഞാൻ ഇതിൽ 2 കപ്പ് ഫുള്ളായിട്ട് തന്നെ വെള്ളം എടുക്കുന്നുണ്ട്. ഇവിടെ ഇക്കാക്ക് ചോറ് നന്നായി വേഗം കേട്ടോ. അപ്പൊ ഞാൻ 2 കപ്പ് ഫുള്ളായിട്ട് തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞത് ആ കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ഞാൻ എക്സ്ട്രാ ഒരു 1/2 കപ്പും കൂടി എടുത്ത കാരണം കൊണ്ട് ഞാൻ ആ 2 കപ്പ് ഫുള്ളായിട്ട് തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ 10 കപ്പ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. ചോറ് നമുക്ക് നന്നായി വെന്ത് കിട്ടണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ. ഇവിടെ ചോറ് നല്ല വേകണം. അപ്പൊ ഇത് ഈ നെയ്യിലൊക്കെ കിടന്ന് നല്ല ഇതായിട്ട് വറുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇനി നമുക്ക് മൂടി വെച്ചിട്ടൊന്ന് വേവിക്കാം. പിന്നെ ഞാൻ അതിലേക്ക് ഒരു 1/2 മുറി നാരങ്ങ ഒഴിക്കണുണ്ട് കേട്ടോ. ആ സമയത്ത് നമുക്ക് അടുത്ത വീട്ടിൽ ചേച്ചി വന്നു കേട്ടോ. ചേച്ചി വന്നപ്പോൾ ഞാൻ പിന്നെ അവരായിട്ട് അവരോട് സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അത് അവരെ കാണിക്കണ്ടെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അത് അടച്ചു വെച്ചിട്ട് ഞാൻ വേവാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്, നല്ല വേഗം തിളക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ അത് വേകാൻ വേണ്ടിയിട്ട് ഞാൻ ഉപ്പൊക്കെ ഇട്ട് ഇളക്കിയിട്ട് ഞാൻ അത് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ചേച്ചി ഞാനും കൂടിയിട്ട് ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ ഞങ്ങൾ കാണുള്ളൂ. ഞങ്ങൾ തൊട്ടടുത്ത് തന്നെയാണ്. അത് ഞാൻ കാണി. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നതിനിടയിൽ ചെറിയൊരു മ്യൂസിക് കൊടുത്തപ്പോൾ കോപ്പിറൈറ്റ് വന്നു. ആ കോപ്പിറൈറ്റ് വന്ന കാരണം കൊണ്ട് ഞാൻ പിന്നെ അത് മ്യൂസിക് ഒഴിവാക്കിയിട്ടാണ് കേട്ടോ പിന്നെ റെക്കോർഡ് ചെയ്യണത്. അപ്പോൾ ഈ ചോറൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ആ പാത്രത്തിൽ തന്നെ നമ്മൾ മസാല റെഡിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താണ് പറയുക, അപ്പോൾ നമ്മൾ ചോറ് ഈ പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് പിന്നെ ഈ പാത്രത്തിലാണ് നമ്മൾ ദമ്മിടാനും മസാലയൊക്കെ സെറ്റാക്കണത് കേട്ടോ. നമുക്ക് ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കണം.
ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അതിലേക്കുള്ള ഉള്ളി, സബോള ഞാനൊരു 5 വലിയ സബോള എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതുപോലെ സ്ലൈസായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എണ്ണ ഒഴിച്ച് ചൂടായ ശേഷം ഇത് നമുക്ക് അതിലിട്ട് കൊടുക്കാം കേട്ടോ. ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് അതിലേക്ക് സബോള ഇട്ട് കൊടുക്കാം കേട്ടോ. സബോള നന്നായി വഴറ്റി വെക്കട്ടോ. ഉള്ളി നന്നായി വഴറ്റി വന്നോട്ടെ. അപ്പൊ നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടി അരച്ചതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കട്ടോ. നമ്മളിതിൽ വേറെ മസാലകളൊന്നും കൂട്ടുന്നില്ല. എരിവിന് മുളക് പൊടി അങ്ങനെയൊന്നും കൂട്ടണില്ല. ഈ കുരുമുളക് പൊടി, പച്ചമുളക് മാത്രമേ കൂട്ടുന്നുള്ളൂ കേട്ടോ. അപ്പൊ അതിവിടെ നന്നായി ഒന്ന് വഴറ്റി വരട്ടോ. ഉപ്പ് ഞാൻ ഇപ്പൊ ഇട്ട് കൊടുക്കണില്ല. ഞാൻ ഇറച്ചി വേവിക്കുമ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്ത കാരണം കൊണ്ട് ഉപ്പ് ഇപ്പൊ ഇടുന്നില്ല. നമുക്ക് ഇറച്ചിയും കൂടി ഇതിൽ ആക്കിയതിന് ശേഷം ഉപ്പ് നോക്കാം. നന്നായി വഴറ്റി വരട്ടോ. ഇതിന്റെ പച്ചമണം ഒന്ന് മാറിക്കഴിഞ്ഞ് നമുക്ക് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരണം കേട്ടോ. ഇത് വലിയ തക്കാളിയാണ് കേട്ടോ, 5 എണ്ണം ഉണ്ട്. അത് ഞാൻ ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന് നന്നായി വഴറ്റി കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ ഗരം മസാല മാത്രം കേട്ടോ മസാല ആയിട്ട് ചേർക്കുന്നുള്ളൂ. കുറച്ച് ഗരം മസാല, ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കട്ടെ. ഹൈ ഫ്ലെയിമിലായതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അത് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോവും. അതാണ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുന്നത് കേട്ടോ. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കട്ടോ. പൊതിനയും കൂടി ഇട്ടു. മല്ലിച്ചപ്പ് നിർബന്ധമാണ് കേട്ടോ മട്ടനിലേക്ക്. അപ്പൊ നമ്മളൊരു പിടി മല്ലിച്ചപ്പ് ഇട്ടു. പൊതിനയാണ് കേട്ടോ, പൊതിന നിർബന്ധമാണ്. അപ്പൊ നമ്മളൊരു പിടി പൊതിന ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കൂടി നമ്മളിതിൽ ഇട്ട് കൊടുക്കാണ് കേട്ടോ. ബാക്കി വരുന്നത് നമുക്ക് ദമ്മിടുമ്പോൾ അതിൻ്റെ ഒപ്പം ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് നന്നായി വഴണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്കിനി ഇതിലേക്ക് നമ്മുടെ വെന്ത് വന്ന മട്ടന് ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല വെന്തിട്ടുണ്ട്. സോറി ഗൈസ്, ഞാൻ ലാസ്റ്റ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കണതിൻ്റെ ഇടയിൽ എൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജ് ഫുള്ളായി. പിന്നെ ഞാൻ ഈ ഇറച്ചിയൊക്കെ വെന്തിട്ട് ചോറ് മിക്സ് ചെയ്യുമ്പോൾ ആ വീഡിയോസ് ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. വേറെ നമ്മളൊന്നും കൂട്ടുന്നില്ല കേട്ടോ മസാലയൊന്നും. അപ്പം നമ്മുടെ
മട്ടൻ ബിരിയാണി ഇവിടെ റെഡി. ഞാനിതേപോലെ ഫോൺ ഓണാക്കി വെച്ചിട്ടാണല്ലോ ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കണം. അപ്പം ഞാൻ വിചാരിച്ചത് ഫുള്ള് റെക്കോർഡായി ഉണ്ടാവും എന്ന് വിചാരിച്ചു. ലാസ്റ്റ് ഞാൻ ഫോൺ എടുക്കാൻ നോക്കുമ്പോഴാണ് ഇത് നല്ല വെന്ത് ഇനി ചോറ് അതിലേക്ക് ഇടാമെന്ന് നോക്കുമ്പോൾ മറ്റേ നമ്മുടെ ചോറും ദമ്മിടണ മിക്സ് ചെയ്യണമൊന്നും അതിൽ ആഡായിട്ടില്ല. എല്ലാം സ്റ്റോറേജ് ഫുള്ളായി പോയിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ചോറ് മിക്സ് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ. അതുവരെയുള്ള വീഡിയോസൊക്കെ ഞാൻ കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ഇടണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ ചോറ് നല്ല ടേസ്റ്റും ഉണ്ട് കഴിക്കാനും. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ പിന്നെ നമ്മുടെ മസാലയ്ക്ക് അണ്ടിപ്പരിപ്പും നമ്മുടെ ഉള്ളി വറുത്തതൊക്കെ ഞാൻ അരച്ച് ചേർത്തതൊന്നും അതിൽ ആഡായില്ല കേട്ടോ. അപ്പോഴത്തേനൊക്കെ എൻ്റെ ഫോൺ ഓഫായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും.